ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇത് ജൂലൈ മാസം, ഈശോയുടെ തിരുരക്തത്തിൻ്റെ മാസം. ഈശോയുടെ തിരുരക്തത്തിന് എന്തുമാത്രം അത്ഭുത ശക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാനെപ്പോഴും പറയാറുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ അത്ഭുതങ്ങൾ നടത്തുന്ന, സമാധാനം തരുന്ന ഒരു കാര്യമാണ് ഈശോയുടെ തിരുരക്തം. അതുപോലെ രോഗികൾക്കും പാപികൾക്കും എല്ലാം. പ്രിയ കൂട്ടുകാരെ, ഒരു അത്ഭുതകരമായ ഇടപെടൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ മയിൽ വന്ന് കാര്യം അന്വേഷിച്ച് പോകുന്നതാണ് കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിൽ കർമ്മല മാതാവിൻ്റെ വെൻഡിങ്ങുമായി 2-3 സ്ഥലത്തിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു രോഗിയുടെ അടുത്ത്, രോഗി എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫ്രണ്ടിന് ഒരു 75-76 വയസ്സുണ്ട്. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് വർഷങ്ങളായിട്ട്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികളിൽ വെച്ച് കുറച്ച് പേരെ ഇതുപോലെ എനിക്ക് ഈശോ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ളൂ. പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, എന്നെ സന്ദേശങ്ങൾ തന്ന് നയിച്ചിരുന്ന ഒരു അമ്മച്ചി, ലില്ലി അമ്മച്ചി, ഇപ്പോൾ സ്വർഗത്തിലായി. അത്രയ്ക്കും ബന്ധമാണ് ഈ അമ്മയുമായിട്ടും. ഈ അമ്മ അടുത്തവിടെ ഡെങ്കുപ്പനി വന്ന് പ്ലേറ്റ്ലെറ്റ്സൊക്കെ കുറഞ്ഞ് ICUയിൽ കിടക്കാനിടയായി. ഞാനും ഈ രോഗാവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും എന്നോട് വിളിച്ച് പറഞ്ഞു, ആലിസിൻ്റെ ഫ്രണ്ട്, ആലിസേച്ചിയുടെ ഫ്രണ്ട് ഇങ്ങനെ ICUയിലാണ്, പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്. പുറത്ത് അങ്ങനെ ആശുപത്രിയിലേക്കൊന്നും ആളുകളെ കാണാനൊന്നും ഞാൻ പോയി തുടങ്ങിയിട്ടില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രേരണ വന്നു, ഇദ്ദേഹത്തെ പോയി കാണണം. ആ ഇടയ്ക്കാണ് എനിക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് അത്ഭുതമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുമല്ലോ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ എനിക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ വീട്ടിലായിരിക്കുമ്പോൾ വെന്തിങ്ങയുടെ ഒപ്പം എനിക്ക് വെന്തിങ്ങ കൊണ്ടുവന്ന ആ ബ്രദർ ഒരു കുപ്പിയിൽ, ഒരു ചെറിയ കുപ്പിയിൽ ഒരു തൈലം പോലെയുള്ള ഒരു എണ്ണ കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, ഇത് ഭയങ്കര സൗഖ്യത്തിൻ്റെ ഓയിലാണ്. ഇത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ കച്ച ഇരിക്കുന്ന ടൂറിനിലെ അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ കച്ചിന് മുമ്പിൽ കത്തുന്ന എണ്ണയാണെന്നാണ് പറഞ്ഞത്. തൈലം പോലെയാണ് എനിക്ക് തോന്നിയത്. അത് എനിക്ക് തന്ന് വെച്ചിരുന്നു. എനിക്കത് സന്തോഷമായി. കാരണം അവരത് ഞങ്ങൾക്ക് തന്നത്, അത് ഞാനും ഫ്രാൻസിസ് ഏട്ടനും ക്യാൻസർ രോഗികളാണല്ലോ. പിന്നെ ഫ്രാൻസിസ് ഇനി ഒന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അവർ ഈ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യത്തിൻ്റെ ഓയിൽ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് ആ ബ്രദർ. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇത് ഉപയോഗിക്കണം, ഈശോയുടെ സാക്ഷിയാക്കി മാറ്റും. എനിക്ക് ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ ഇഷ്യൂസായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഫ്രാൻസിസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ, അതായത് ജംഗ്ഷനിൽ പാൻക്രിയാസിൻ്റെയും ലിവറിൻ്റെയും ആമാശയത്തിൻ്റെയും ജംഗ്ഷനിൽ ആ ക്യാൻസർ മുഴ ഇരിക്കുകയാണ്. അപ്പോൾ അവരതൊക്കെ കേട്ട് അവർക്ക് ആകെ, പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഭയമാണ് ഇതൊക്കെ കേട്ടിട്ട്. എങ്ങനെ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ലേ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഭയം. അതുകൊണ്ട് ഹൃദയം നന്നാക്കി ജീവിക്കുന്നവരാണ്. പക്ഷേ പൂർണ്ണതയിൽ പറ്റുന്നുമില്ല.
അപ്പോൾ ആ ബ്രദർ പറഞ്ഞേ, ചേച്ചി ഇത് എന്നും ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ആ കച്ച ഇരിക്കുന്ന ടൂറിനിൽ അവിടെ കത്തുന്ന എണ്ണയാണെന്നാണ് ഞാൻ തൈലം തൈലം അവിടുത്തെയാണ് തൈലം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനത് എന്നും ഉപയോഗിക്കുന്നുണ്ട്, ഫ്രാൻസിസ് ഏട്ടനും ഉപയോഗിക്കുന്നു. അങ്ങനെ 1-2 ക്യാൻസർ പേഷ്യൻസ് ഇവിടെ വന്നപ്പോൾ അവർക്കും ഞാൻ കുരിശ് വരച്ച് കൊടുത്തു ഈ തൈലം കൊണ്ട്. അങ്ങനെ ആ തൈലം എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു കുഞ്ഞു കുപ്പിയിൽ. ഞാനപ്പോൾ എന്നോട് അമ്മ മാതാവ് പറയാണ്, മോളെ നിൻ്റെ ചങ്ക് ഫ്രണ്ടല്ലേ, അപ്പം നീ അവിടെ പോയിട്ട് ഇതൊന്ന് തൊട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ മകൻ്റെ തിരുമുഖത്തിൻ്റെ അവിടെ നിന്നും വരുന്ന അവിടുത്തെ തൈലമാണ്, അത് സൗഖ്യത്തിൻ്റെ വലിയ കൃപയുണ്ട്. നീ കൊണ്ടുപോയിട്ട് അവിടെ നിൻ്റെ ഫ്രണ്ടിന് കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ ഞാനൊരു ഓട്ടോ പിടിച്ച് ഇറങ്ങി അങ്ങനെ പോകാനായിട്ട്. അങ്ങനെ ICUവിൽ കടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഹോസ്പിറ്റലല്ലേ, ഡെങ്കു പനിയാണ്, ഞാനും ഒരു രോഗിയാണ്. അപ്പോൾ അതുകൊണ്ട് വല്ല ഇൻഫെക്ഷൻ കിട്ടിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ചെന്ന് എൻ്റെ പരിചയമുള്ള സിസ്റ്ററിനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ ചേച്ചിക്ക് ഇതുകൊണ്ടൊന്ന് ഒരു കുരിശ് വരച്ച് കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, പിന്നെ ഞാൻ കുരിശ് വരച്ച് കൊടുക്കൊന്നുമില്ല, അത് ചേച്ചി തന്നെയാണ് ചെയ്യേണ്ടത്, ചേച്ചി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ ICUവിലേക്ക് കൊണ്ടുപോയി. ഞാൻ ICUവിൽ ചെന്നപ്പോൾ ഈ അമ്മച്ചി അവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്ന് ചേച്ചിയെ കണ്ടപ്പോൾ എന്നെ മനസ്സിലാകാത്ത രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, എന്നെ മനസ്സിലായില്ലേ, ഞാൻ ആലീസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചിരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാതാവ് പറഞ്ഞതുപോലെ ആ ഒരു തൈലമെടുത്ത് കുരിശ് നെറ്റിമേ വരച്ച്, ഞാൻ പേടിക്കണ്ട കേട്ടോ, ഇത് പരിശുദ്ധ അമ്മ വന്ന് സുഖപ്പെടുത്തിയോളും, ഇത് അത് ഞാൻ പറഞ്ഞത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുള്ള തൈലാണ് കേട്ടോ, ഞാൻ പെരട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി ആ ചേച്ചി നീരൊക്കെ വെച്ച് കിടക്കുന്ന പോലെ. അപ്പോൾ കുറച്ച് പ്രശ്നം പോലെ ആയ ഒരു കേസായിരുന്നു, പ്ലേറ്റ്ലെറ്റ്സ് തീരെ കൂടുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ വണ്ണൊക്കെ വെച്ച് കിടക്കുന്നുണ്ടല്ലോ സുന്ദരിയായിട്ട് ചോദിച്ചു. എന്തൊരു വണ്ണ വെച്ചേക്കണേന്ന്. അപ്പോഴും ആളൊന്നും മിണ്ടിയില്ല. അപ്പോൾ തല ആട്ടുന്നുണ്ട്, ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് എന്നെ ഇങ്ങനെ അറിയാത്ത പോലെ നോക്കുകയാണ്. അപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ എന്നെ ഇങ്ങനെ നോക്കണേ, എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആലീസാണ് എന്ന് പറഞ്ഞു. ഞാൻ വയ്യാത്തോടത്ത് വന്നിരിക്കുക കാണാനായിട്ട് എന്നും പറഞ്ഞ്. അപ്പോൾ ആൾ പ്രതികരണമൊന്നുമില്ല, അങ്ങനെ തല ആട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവാതെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ICUവിൽ നിന്ന് പുറത്ത് കിടന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് ഈ അമ്മച്ചി എന്താ ഉണ്ടായി എന്ന് ചോദിക്കാൻ ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിക്കും, എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ചേച്ചി അത് പ്ലേറ്റ്ലെറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, 1 പോയിൻ്റ് ഉള്ളെങ്കിലും കൂടുന്നുണ്ട്, അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ പിന്നീട് അവർ വീട്ടിലേക്ക് ഡിസ്ചാർജായി വീട്ടിലെത്തി. പക്ഷെ ഞാൻ ഫോൺ ചെയ്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വയ്യല്ലോ, ഇനി അവിടെ ഇരുന്ന് സംസാരിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ ചെയ്തപ്പോൾ ആ ചേച്ചി ഇങ്ങോട്ട് സംസാരിക്കുന്നത് വലിയ പരിഭവത്തിലാണ്. ആൾ പറയുന്നത്, എന്നാലും ആലീസ്, ഞാൻ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എല്ലാവരും വന്നു, ആലീസ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കാറിലൊക്കെ പോകുന്നുണ്ടല്ലോ, എന്നെ കാണാനായിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ, ഞാൻ കാണാൻ വന്നില്ല എന്നോ? ഞാൻ എപ്പോഴും ഓർക്കും ആലീസിന് എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ വരാതിരിക്കാനായിട്ട് ഇടയായത്. ഞാൻ ആലീസിനോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സല്ലേ, എന്നിട്ട് എന്താ എന്നെ കാണാനായിട്ട് വരാഞ്ഞത്. എല്ലാവരും ആശുപത്രിയിൽ കിടക്കുമ്പോഴും വയ്യായി ഉള്ളപ്പോഴും ആലീസ് ഓടി വീടുകളിലേക്കും ആശുപത്രിക്കും പോണത് എന്നോട് പറയാറുണ്ടല്ലോ. എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ട് ആലീസ് വന്നില്ലല്ലോ എന്ന്.
എന്നിട്ട് പറഞ്ഞു എന്നാലും ഞാൻ ആലീസിനെ സ്വപ്നത്തിൽ കണ്ടു, സ്വപ്നം പോലെ ആലീസ് ആണെന്ന് തോന്നുന്നു, എൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷേ എന്നോട് ഒന്നും മിണ്ടിയില്ല, എന്നെ വെറുതെ നോക്കിയിട്ട് ഇത് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു സ്വപ്നത്തിൽ. എന്നാലും എനിക്ക് മാതാവ് കാണിച്ചു തന്നു, പക്ഷേ അത് ആലീസാണെന്ന് എനിക്ക് തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി എന്താ ഈ പറയണേ, ഞാൻ പുളിവാറെടുത്ത് വരും, നല്ല അടി തരും എന്ന് തമാശയ്ക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ വല്ല ബോധക്കുറവുണ്ടോ, ഞാൻ അവിടെ വന്നതല്ലേ, വന്നിട്ട് ഞാൻ ഒരു തൈലൊക്കെ പുരട്ടി പോന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ആലീസായിരുന്നു. പക്ഷെ ആലീസല്ലല്ലോ അത്, ആലീസിനെ ഞാൻ സ്വപ്നത്തിലല്ലേ കണ്ടത്, അത് മാതാവല്ലേ വന്നത് എന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ അരളിക്ക പോലൊരു അരളിക്ക തന്നെ മുഖത്തുണ്ടായിരുന്നു. മുഖത്ത് അതിൽ നിന്നാണ് എനിക്ക് മാതാവ് ഒരു സാധനം തന്നു. പിന്നെ എന്ത് സാധനം എന്നാണ് പറഞ്ഞത്, ഒരു തിളങ്ങുന്ന വൈരം പോലെ ഒരു മുന്തിരി, കുഞ്ഞൊരു മുന്തിരിയുടെ പോലെ വൈരക്കല്ല്. ആ വൈരക്കല്ല് എൻ്റെ തലയിലും കഴുത്തിലും തൊട്ടു. അത് തൊട്ടപ്പോൾ എനിക്ക് എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. അങ്ങനെ അത് മാതാവ് വന്ന് അങ്ങനെ തൊട്ടു. പക്ഷെ പിന്നെ ഞാൻ സ്വപ്നത്തിൽ അപ്പം തന്നെ ആലീസ് എൻ്റെ അടുത്തേക്ക് വന്നു എന്നൊരു സ്വപ്നം കണ്ടു. പക്ഷെ ഞാൻ നോക്കിയപ്പം ആലീസ് എന്നോട് മിണ്ടാണ്ട് പോയി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ എന്നോട് മിണ്ടാണ്ട് പോണേന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു നമ്മൾ തമ്മിലൊരു നല്ല ബന്ധമില്ലാത്ത പോലെ, ഞാൻ അങ്ങനെ ആലീസിനെ കണ്ടിട്ടേ ഇല്ല, എന്നോടൊന്നും മിണ്ടാണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ചെറുതായിട്ട് കാര്യം പിടികിട്ടി. കാരണം ഈശോയുടെ മുമ്പിൽ കഴിയാവുന്നത്ര നീതി പ്രവർത്തിക്കുന്ന ഒരു ലേഡി എന്നാണ് ഞാൻ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പരിചയപ്പെടുത്താറ്. ഈ 76ാമത്തെ വയസ്സിലും ഈശോയുടെ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുറേയധികം ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ നീതിയോട് കൂടെ ചെയ്യും. തെറ്റ് കണ്ടാൽ അപ്പം പ്രതികരിക്കും, തെറ്റ് തിരുത്തും, നീ ചെയ്ത് ശരിയല്ല എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഈ 75-കാരി അമ്മച്ചിയുടെ. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരി, പിന്നെന്തൊക്കെയാണ് കണ്ടത്? അപ്പം ഞാൻ എന്തായാലും വന്നിട്ട് മിണ്ടാതെ പോയല്ലോ, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ. ഞാൻ എന്തായാലും ആനിയ ചേച്ചിനെ കണ്ടിട്ട് മിണ്ടാതെ പോയി. പിന്നെ മാതാവ് വന്നു ആനേച്ചിക്ക് എന്തോ ഒരു സാധനം തന്നു, അതെന്തായാലും നന്നായി ഞാൻ പറഞ്ഞു. ഞാൻ മിണ്ടാതെ പോയാലും മാതാവ് വന്നല്ലോ, എന്നിട്ട് ആ പളങ്ക് പോലത്തെ സാധനം തന്നല്ലോ, ഒരു പഴോ എന്താണ് എന്ന് ആൾക്കാർ തന്നെ അറിയുന്നില്ല, പക്ഷെ തിളങ്ങുന്നൊരു സാധനം. എന്നിട്ട് പറഞ്ഞു അതങ്ങോട്ട് കഴിഞ്ഞ് അതിനേക്കാൾ മുൻപ് ഈ ചേച്ചി കുറേയധികം കാര്യങ്ങൾ അവിടെ കണ്ടിരുന്നു. കുറേയധികം ഈ അമ്മ കുറേയധികം കാര്യങ്ങൾ കണ്ടു. എന്നിട്ട് ആൾ എന്നോട് പറയാണ്, എൻ്റെ ആലീസ് മാതാവ് വരുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ നിന്നെ സ്വപ്നത്തിൽ കാണുന്നതിനേക്കാൾ മുൻപ് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എന്തൊക്കെയാണ് ഞാൻ കണ്ടത്, ഇതെനിക്ക് ലോകത്തോട് പറയണം. ഈ ലോകമൊന്നുമല്ല, വേറൊരു ലോകമുണ്ട്. ആ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരിക്കാനാവില്ല. എന്നെ അവർ സ്വർണ്ണക്കട്ടയിൽ കൊണ്ട് നടന്നു, പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ. എന്നിട്ട് കുറേ കാര്യങ്ങൾ ഈ അമ്മച്ചി കണ്ടു. പ്രിയ കൂട്ടുകാരെ, ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും ബോധം ഇല്ലാത്ത സമയത്ത് കണ്ടതാകാം, അങ്ങനെയാകാം എന്നൊക്കെ പറയാം. പക്ഷേ ഈ അമ്മച്ചിക്ക് സെഡേഷനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ഓപ്പറേഷനൊന്നും കഴിഞ്ഞിട്ടില്ല. പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞപ്പോൾ ICUലേക്ക് ആക്കി, അത്രയേ ഉള്ളൂ. ആൾ സംസാരിക്കുന്നുണ്ട്, മക്കളോട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അത്രയേ ഉള്ളൂ. എൻ്റെ പോലെ ഹൈ ഡോസ് അനസ്തേഷ്യ തന്ന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആ മയക്കം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കണ്ട ഒരു ദർശനം നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, മയക്കമരുന്നിൻ്റെ ഇതിൽ നമ്മൾ പലതും കാണുന്നതാണെന്ന്. പക്ഷെ അതിൽ വ്യക്തികളെ കാണുമ്പോൾ വ്യക്തികളെ പ്രത്യേകം കാണുക, അങ്ങനെ വ്യക്തികളെ തരംതിരിച്ച് കാണുമ്പോൾ അത് ഒരു ദർശനമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. കാരണം കുറേ പ്രകാശമുള്ള സ്ഥലങ്ങളും അതും ഇതൊക്കെ കണ്ടു എന്ന് പറയുന്നത് പോലെയല്ല, തിരിച്ച് പല ആളുകളെയും കണ്ടുമുട്ടുന്നുണ്ട് അവിടെ. അങ്ങനെ ഈ ചേച്ചി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ആളെ കൊണ്ടുപോയിട്ട്
എന്താണ് ഉണ്ടായത് എന്ന്. മാലാഖമാരുടെ ഒരു കൂട്ടം ഇതുപോലെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അമ്മച്ചിയുടെ വാക്കുകൾ കേൾക്കാം. ഇതുപോലത്തെയുള്ള കുറേ കാര്യങ്ങളാണ് കണ്ടത്. പക്ഷെ ഇത് വിഷ്ണുനാടെന്ന് പറഞ്ഞാൽ സ്വർണം മാത്രം ഇവിടെയുള്ള മുഴുവൻ നമ്മൾ നടക്കണം. സ്ഥലം മുഴുവൻ സ്വർണ്ണമാണ്. അല്ലാണ്ട് മണ്ണോ കല്ലോ യാതൊന്നും അവിടെ കാണാനില്ല. ഭംഗിയായിട്ട് നടക്കണവരൊന്നും നിലത്തല്ല നടക്കണം. കാണുന്നത് മുഴുവൻ മുകളിൽ നടക്കുക. അപ്പം ഈ പോണവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കണുണ്ട്. അപ്പം ഞാനും നോക്കണുണ്ട് ഇങ്ങനെ. പക്ഷെ എന്നെ ഇവരിങ്ങനെ ഇത് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. കൊച്ചുങ്ങളെ കളിപ്പിക്കണ പോലെ ഇങ്ങനെ കളിപ്പിച്ച് കൊണ്ടു കിടക്കുക. കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്നിട്ട് കഴിയാത്ത അപ്പം ഞാൻ മുറിയിലാണോ ഐശ്വര്യമാണോ ഒന്നും എനിക്കറിയില്ല. ആ നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഇതുള്ള കാഴ്ചകളുടെ സമയത്താണ് ആലീസും സിസ്റ്റും കൂടി, ആലീസ് മുമ്പിൽ സിസ്റ്റ് പിന്നിൽ. ആലീസിൻ്റെ കൈയുടെ ഇവിടെയൊക്കെ നല്ല വെള്ള നെറ്റിൻ്റെ ഇത് വെച്ചേക്കണ തൊങ്ങൽ പോലത്തെ ഇട്ടിട്ടുണ്ട്. ആനിയോസിനെ എനിക്ക് ശരിക്കും തിരിഞ്ഞു. പക്ഷെ ആലീസ് എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് എന്നോടൊന്നും പറയണമില്ല. പക്ഷെ ആലീസ് എന്തോ കൊണ്ടുവന്നിട്ട് സിസ്റ്റിൻ്റെ അനുവാദം മേടിച്ചിട്ട് കൊണ്ടുവന്നതിൻ്റെ എനിക്ക് വായിലാണ് വെച്ച് ഇത്രയേ ഉള്ളൂ സാധനം. ഒരു ചെറിയ ഈ നമ്മൾ പണ്ട് ഗോലിക്കായ എന്നൊക്കെ പറഞ്ഞ പോലെ തിളങ്ങണ ഒരു സാധനം. അതിലെന്തോ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ആലീസ് എന്താ എന്നോട് മിണ്ടാണ്ട് പോണേ, എനിക്ക് എന്നെ ദേഷ്യപ്പെട്ട് ഞാനൊന്നും എന്നോട് ചെയ്തിട്ടില്ല, പിന്നെ നീ എന്താ എന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരു അക്ഷരം മിണ്ടിയില്ല. അപ്പം ആലീസ് ഇങ്ങനെ പോകണം. സിസ്റ്റു പറഞ്ഞു ആലീസ് സുഖമായിട്ടിരിക്കട്ടോന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റു പോയി. അപ്പം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ ആലീസ് ഞാൻ ഒന്നും ആലീസൻ ചെയ്തില്ല. ആലീസനോട് വാക്ക് പറയാണ്ട് ഇങ്ങനെ പോകാൻ കാരണം എന്താണെന്ന് എനിക്ക് തോന്നി. അപ്പം എനിക്ക് പിറ്റേ ദിവസം വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ തോന്നിയെങ്കിലും എൻ്റെ മോള് ഇവരൊക്കെ കൂടി ഇരുന്ന് എന്തൊക്കെ കുനുകുനുന്ന് പറയണത് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലീസിനോട് പറഞ്ഞു, എൻ്റെ ആലീസ എന്നെ വിളിച്ചപ്പോൾ എന്നെ ആലീസിൻ്റെ അടുത്ത് വന്നിട്ട് കാണാൻ വന്നില്ല. ഞാൻ വിളിച്ചിട്ട് മിണ്ടിയില്ല. ആലീസും വേറെ ആൾ. പക്ഷെ എനിക്ക് ആലീസാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വിളിച്ചത്. പക്ഷെ ആലീസ് പോണ കണ്ട മാതാവ് പോണ പോലെ ഇങ്ങനെ മുടി തലയുടെ ഇവിടെ നിന്ന് ഈ നെറ്റാണ് ഫുള്ള് കിടക്കുന്നത്. വെള്ള നെറ്റ്, കൈയുടെ ഇവിടെയൊക്കെ നെറ്റ് പച്ച, ഒരു ലൈറ്റ് പച്ച എല്ലാവരും ഇതല്ലാത്താണ് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണം. ഇതൊക്കെ ഫുള്ള് വെള്ളം നല്ല ലേസ് പോലെ ഇട്ടിട്ട് ആലീസ് ഇങ്ങനെ നടന്നു പോകുന്നു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്തോ ഒരു മുഖത്തിന് അറളിക്കാണ്ട് കണ്ടിട്ട് ഒരു എന്തോ വന്നെന്ന് പറഞ്ഞിട്ട് അത് ഒരു തരം വന്ന സാധനം എനിക്ക് തന്നെ. ആ സാധനമാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയണു. എനിക്ക് ആര് എന്തുട്ട് ഞമ്മല്ലേ ഈ അറളിക്കാന്നല്ല പറയാം. നമ്മള് ഗോലിക്കായ തരമുള്ളത് കാണില്ലേ. ആനേച്ചി പറഞ്ഞില്ലേ ഈ മുഖത്തിന്റെ മാതാവെന്ന് തോന്നി. ആ മുഖത്തിന്റെ അവിടെ അത് ആലീസ് എന്നെ ഈ മുഖത്ത് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോ ഭയങ്കര ഒരു ഗ്ലേസിങ്. ആ ഗ്ലേസിങ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇത് എന്തുട്ടാ ആലീസ് ഇത് എന്താ ഇത് എന്തുട്ടാന്ന് ചോദിച്ചിട്ട് മിണ്ടണില്ല. നീ എന്നോട് പത്താന്ന് ചോദിച്ചിട്ട് എന്താ മിണ്ടാത്ത, ഞാൻ എന്തുട്ടാ നിന്നോട് ചെയ്തേ, ഞാൻ ഒന്നും ആലീസ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആലീസ് ഒരു മറുപടി എനിക്ക് തരുന്നില്ല. ആലീസ് ഇങ്ങനെ അല്ലാണ്ട് ദേഷ്യം വന്ന പോലെ ഈ സാധനം എന്നെ കൊണ്ടുവന്ന് മുത്തിക്ക എൻ്റെ ഉള്ള അത് എൻ്റെ മുഖത്ത് നല്ലൊരു പ്രകാശമല്ല, ഒരു എന്തോ ഒരു നമുക്ക് എന്തെന്ന് പറയാം, എന്തോ ഒരു സാധനം എൻ്റെ ഉള്ളിലേക്ക് കിട്ടിയ പോലെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ എന്തോ ഒരു പ്രകാശം വന്നു. അത്രയും എനിക്കറിയാം. വേറെ തൊട്ടതോ പരത്തിയതോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് ആലീസിന് എന്നോട് കാണിച്ചത് ഒരു ഭയങ്കര കാഴ്ചയായിരുന്നു. അതേപോലെ ഈ മോളിൽ നടന്ന കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. ഞാൻ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ലേ ഈശോയുടെ തിരുമുഖത്തിന്റെ കച്ച, ഈശോയുടെ പൊതിഞ്ഞ കച്ച. ആ സാധനത്തിൽ ഈശോയുടെ ഒരു രൂപം പതിഞ്ഞുണ്ടല്ലോ. അത് ടൂറിന്റെ ഒരു ദേവാലയത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ മുമ്പിൽ കത്തുന്ന എണ്ണ എനിക്ക് ഒരു സഹോദരൻ ആഗ്രഹം കൊണ്ടുവന്നു ടൂറിലത്തെ. അപ്പൊ ഫ്രാൻസിസിന് ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, എനിക്ക് പ്രശ്നമുണ്ടല്ലോ, അപ്പൊ അത് പേരിട്ടാൻ അത്ഭുത സവിക്കെന്ന് പറഞ്ഞു. ആ സാധനം കൊണ്ടിട്ട് ഞാൻ വന്നേ. എന്നിട്ട് എന്നെ കണ്ടപ്പോ അന്വേഷിച്ച് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ച പ്രിയ കൂട്ടുകാരെ, ഇതാണ് ഈശോയുടെ തിരുമുഖം, തിരുമുഖത്തിൻ്റെ കച്ചയിൽ പൊതിഞ്ഞ ചായ. ഈ ഒരു പുസ്തകം എനിക്ക് കിട്ടുന്നതും വളരെ യാദൃശ്ചികമായിട്ടാണ്. ആദ്യം എനിക്ക് കിട്ടിയത് ആ ദേവാലയത്തിലെ എണ്ണയായിരുന്നു, ആ തൈലം. ആ തൈലവും കൊണ്ടാണ് ഞാൻ ഈ ചേച്ചിയുടെ അടുത്തേക്ക് പോയത്.
അപ്പോൾ ഈ തൈലത്തിൻ്റെ കുപ്പിയിന്മേൽ ഈ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഈശോയുടെ തിരുമുഖത്തിൻ്റെ കച്ച, അതായത് ബോഡിയിന്മേൽ പൊതിഞ്ഞ കച്ചയിൽ നിന്നാണല്ലോ ഈ രൂപം വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭക്തിയും അതിൻ്റെ പുസ്തകങ്ങളും ഇനി എവിടെ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരാൾ ഇത് പാർസലായിട്ട് അയച്ചു തരുന്നത്. ഈ പുസ്തകം അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണ്. എല്ലാം ഒരു യാദൃശ്ചികമായിട്ട് എനിക്ക് തോന്നി, വളരെ അതിശയകരമായിട്ട് എനിക്ക് തോന്നി. പുസ്തകത്തിൻ്റെ ബാക്ക് സൈഡാണിത്, ഈശോയുടെ തിരുമുഖം. അപ്പോൾ ആദ്യം ഈ എണ്ണ എൻ്റെ കയ്യിൽ വരുന്നു, അത് കഴിഞ്ഞ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ വരുന്നു. ഞാൻ ഇന്ന് വരെ ഈ തിരുമുഖത്തോടുള്ള പ്രാർത്ഥനകളോ തിരുമുഖത്തിൻ്റെ ഭക്തിയോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടായിരിക്കാൻ മുൻപേ തന്നെ, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് ഈ ഫോട്ടോയും അതിൻ്റെ കൂടെ മെഴുകുതിരി പോലത്തെ ചുമപ്പ്, അതിൻ്റെ അവിടെയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായയാണ് കാണുന്നത്. അതൊരു പടമാണ്, ഇതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അത്ഭുതം നടത്തിയ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഛായാചിത്രമടങ്ങുന്ന പുസ്തകവും അവിടെ നിന്നും വന്ന തൈലവും. ഇത് രണ്ടും ആളുകളാണ് എനിക്ക് തന്നിട്ടുള്ളത്. തൈലം കൊണ്ടുവന്നത് എനിക്ക് വെൻഡിങ്ങൊക്കെ കൊണ്ടുവന്ന ഒരു സഹോദരൻ തന്നെ. ഇത് പാർസലായിട്ട് എനിക്ക് വന്ന ഒരു പുസ്തകമാണ്. ഈ രണ്ടുപേരോട് ഞാൻ ഏറെ നന്ദിയും കടപ്പാടും ഇവിടെ പറയുകയാണ്. ഇതാണ് ആദ്യം കൊണ്ടുവന്ന സഹോദരൻ തന്ന എണ്ണ, തൈലം. അതിന്മേലുള്ള എഴുത്തുകളാണിത്. അവിടെ നിന്നും കൊണ്ടുവന്നതാണ്. രണ്ടുപേർക്കും ക്യാൻസർ ആയതുകൊണ്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്ന് തന്നത്. ഇതുമേ ഇങ്ങനെ ഈശോയുടെ ഈ ഫോട്ടോയും പതിച്ചിട്ടുണ്ട്. അപ്പം ഈ എണ്ണയും കൊണ്ടാണ് ഞാൻ പോയത്. ഈ എണ്ണ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ഈ പുസ്തകം ഞാൻ പറയാതെ തന്നെ എനിക്കൊരാൾ അയച്ചു തന്നത്. ഈ തിരുമുഖത്തിൻ്റെ പള്ളിയിൽ നിന്നും ദേവാലയത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഈ തൈലത്തിന് ഞാൻ വിശ്വസിക്കുകയാണ് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അത് ഈശോയുടെ തിരുരക്തമാണെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അത് കുരിശ് വരച്ച് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് ഏട്ടൻ പാൻക്രിയാസിലും, നിങ്ങൾക്കറിയാം, ആമാശയത്തിൻ്റെയും ലിവറിൻ്റെയും ജംഗ്ഷനിൽ കിടക്കുന്ന ആ മുഴ ഞാൻ ഈശോയുടെ തിരുരക്തത്തിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുക. കാരണം ആ സമയത്താണല്ലോ ഇത് അത്ഭുതകരമായിട്ട് എൻ്റെ കയ്യിൽ എത്തുന്നത്. ഒരിക്കലും ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുള്ളതല്ല. ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് അറിയുമില്ല. ഈ തൈലമാണ് ഞാൻ ആ അമ്മച്ചിയുടെ ദേഹത്ത് പുരട്ടിയത്. പക്ഷെ ആള് സ്വപ്നം പോലെ എന്നെ കാണുന്നു, പിന്നെ അത് മാതാവായിട്ട് തോന്നുന്നു. അപ്പോൾ ആള് പറയുന്നത് ഞാൻ ആ കൊണ്ടുവന്നതൊരു ഗോലിക്കായ പോലെയുള്ള ഒരു പളുങ്ക് പോലത്തെ സാധനമാണെന്ന്. നമുക്കിനി അമ്മച്ചിയെ കേൾക്കാം. എന്താ നിങ്ങൾ നോക്കണേ? ഞാൻ നോക്കുമ്പോ എനിക്ക് ആലീസന്ന് കാണുന്ന പോലെ അല്ല, മാതാവിന്റെ പോലെ ഒരു രൂപം. പക്ഷെ ആലീസന്ന് എന്റെ ഉള്ളിൽ പറയുന്നു, ആലീസന്ന് വന്നേക്കണേ പിന്നെ മേരി ആനി ജോസോണ് എന്ന് എനിക്ക് ഉള്ളിൽ പറയുന്നുണ്ട്. പക്ഷെ ആലീസ് ഈ ഭാവം തന്നെയല്ല. ആള് നമ്മൾ എവിടെയും കണ്ട ഒരു ഭാവം വെക്കണില്ല. ആളെന്തോ കൊണ്ടുവന്നു അത് തന്നിട്ട് പോണം എന്നുള്ള ആ ഒരു ഇതിൽ വന്നേക്കണു. അത് ബുദ്ധിമുട്ടി വന്നേക്കണ്. അപ്പൊ അതുകൊണ്ട് അത് വേഗം ചെയ്തിട്ട് വേണം ആലീസിന് പോവാൻ. അപ്പൊ പറഞ്ഞ എന്നാലും എന്നോടൊന്നും മിണ്ടാണ്ടൊന്നും പോണെന്ന് ആലീസിന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് ആനേച്ചോട് ചോദിച്ചു, എന്താ ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കണേ, സുഖമായിട്ട് കിടക്കാല്ലേ? അതിന് മറുപടി ഇല്ല. പിന്നെ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കണത് അറിയാത്ത പോലെ? ഞാൻ ആരാന്ന് മനസ്സിലായ. അപ്പൊ പറഞ്ഞു, അപ്പൊ ഞാൻ വീർത്ത് ഇങ്ങനെ കിടക്കണ്ടല്ല തടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ അതൊന്നും ഓർമ്മയില്ല അല്ലേ? നിങ്ങൾ വന്നത് ഓർമ്മയുണ്ട്, നിങ്ങൾ ഇന്നൊന്നും ചെയ്തത് ഓർമ്മയുണ്ട്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാ വന്ന? എന്നിട്ട് ആ സാധനം ആനയിച്ചിട്ട് ഇവിടെ പെരുത്തി. അല്ല ഇങ്ങനെ ഇവിടെ 2 സ്ഥലത്ത് എന്തോ പരറ്റ് എന്തോ തിളങ്ങുന്ന സാധനല്ല അത്. ഈശോ തന്ന ദർശന തിളങ്ങുന്ന ഒരു സാധനം. ആ സാധനം പോലെ തോന്നിച്ച എണ്ണയായിട്ടല്ല, ഒരു നല്ല ഒരു പവിഴം പോലത്തെ സാധനം. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഇവിടെയും ഈ കഴുത്തിന്റെ അവിടെ വെച്ചു. പക്ഷെ അത് പിന്നെ ആലിസ് എടുത്തോ അങ്ങനെ ഒന്നും എനിക്ക് അതൊന്നുമല്ല. മിണ്ടാത്ത എന്താന്നുള്ള ആ ഒരു ഇത് കൊണ്ടുവന്നതിൻ്റെ ഒന്നും അല്ല. ഞാൻ ഇതൊരു നല്ല പവിഴം പോലെ കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിന്റെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു, നെറ്റിയുടെ അവിടെ ഇങ്ങനെ വെച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആലീസ് മിണ്ടാത്ത കാരണം എന്താന്ന് എനിക്കറിയാണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ ഉള്ളിൽ വിചാരിക്കാം
മാതാവിൻ്റെ പോലെ ഞാൻ കയ്യൊക്കെ ഇട്ടിട്ടുള്ള വന്ന്. പക്ഷെ കൂടെ വന്നത് ആനിയോസങ്ങൾ. പിന്നെ അതിന് മാതാവ് ആലിസിന് ഇങ്ങനെ വല്ല അങ്ങനത്തെ കുറെ ചിന്തകൾ ഇങ്ങനെ ഉള്ളിൽ വന്നു. ആലിസ് ഇനി മിണ്ടാണ്ട് പോവില്ലല്ലോ. പക്ഷെ എന്നിട്ട് എന്താ എന്നോട് ഇങ്ങനെ. പക്ഷെ ഞാൻ ഐസിയുവിൽ കിടന്നതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അതായത് ഐസിയുവിൽ കിടക്കുമ്പോൾ നമ്മൾ അധികം നേരം കുറെ പ്രസ്ഥാനം പറയാൻ പാടില്ലല്ലോ. ഒന്നും പറയില്ല. നമ്മളെ അവര് കിടത്തി തന്നെ അവരൊരു ഭാഗ്യം പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞു, എന്തായാലും മിണ്ടാണ്ട് കിടക്കണം, എന്തെങ്കിലും നോക്കണേന്ന് ചോദിച്ചു. എന്തോ ഒരു വേറെ ആളെ കാണുന്ന പോലെ നോക്കണത് എനിക്ക് തോന്നണേ ആലീസാണെന്ന് എനിക്ക് ഉള്ളിലേക്ക് കാണിക്കാനുണ്ട്. പല ആലീസും മിണ്ടാത്തോണ്ട് ആലീസല്ല. പക്ഷെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാതാവിന്റെ. അപ്പൊ ആ ഒരു രൂപം ഡ്രസ്സും കാര്യങ്ങളും മാതാവിന്റെ കാണുന്നേ. ഞാനാണെങ്കിൽ മിണ്ടണില്ല. അപ്പൊ എനിക്ക് സംശയമായി. അപ്പൊ ഇങ്ങനെ ഈ ആലീസാണെങ്കിൽ മിണ്ടാണ്ട് എന്നോട് പോകുന്നില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ആലീസിനെ. പക്ഷെ ആലീസ് ശരിക്കും മഠത്തിൽ വന്നേക്കണ എന്നെ കാണുന്ന ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നുന്നു. മാതാവ് എവിടെയും ചെന്നിട്ട് മിണ്ടാറില്ല. മിണ്ടാണ്ട് പോയി. മാതാവ് മിണ്ടാണ്ട് പോയി സാധനം തന്നിട്ട്. ഞാൻ ഇവിടെ രണ്ട് സ്ഥലത്ത് തന്നെ മുട്ടിച്ചത് എനിക്കൊരു ഓർമ്മയുണ്ട്. എന്തോ ഒരു തണവ് പോലെ ഇങ്ങനെ തോന്നിക്കാൻ നിൽക്കുക, അത്രയും തോന്നി. അപ്പൊ അത് എനിക്കൂടെ ഇങ്ങനെ മാതാവ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. മാതാവ് ഒന്നും ചെയ്തതായിട്ടാണ് മാതാവ് നമ്മളോട് പറയുന്നത്. അപ്പൊ പക്ഷെ ഞാൻ മാതാവണമെന്നുള്ളത് ഞാനിപ്പോ വിചാരിക്കില്ല. പക്ഷെ ആലീസാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ കൈ പോണം, ഇങ്ങനെ ഇവിടം വരെയൊക്കെ ഉള്ളത് ഞാൻ തുണിയൊക്കെ വെച്ച് ഉടുപ്പിടുവോ. പിന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ളത് ഒരു ലൈറ്റ് പച്ചല്ല, ഒരു ജാതി കളറാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നൊരു ആലീസിനെ ഇങ്ങനെ ഞാൻ അവിടെ കണ്ടല്ലോ എന്ന്. പക്ഷെ ആലീസിനെ കണ്ടതായിട്ടല്ല, ഈ പോണ പോക്ക് കണ്ട നല്ല ഗൗരവത്തില് എന്തോ നേടിയ പോലെ ആലീസ് എന്തോ എന്നിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള ആ ധൈര്യത്തില് തോന്നും. പക്ഷെ ഞാൻ അപ്പൊ വിഷമിക്കുന്ന എന്താ ഇങ്ങനെ വിലക്കിയോണം പോണേതാന്ന്. അപ്പൊ ഞാന് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. നെറ്റിമോന്ന് കുരിശ് വരച്ചു, ഇങ്ങനെ ഞാൻ പിടിച്ചു. അത് കണ്ട് ഞാൻ എന്തിനാ പേടിക്കണേ ഇവിടെ പിടിച്ചത് ഇവിടെ ഈ സാധനം വെച്ച ഒരു തണവ് പോലെയുള്ള ഒരു ഇത് എനിക്ക് തോന്നി. വേറെ ഇപ്പൊ മറ്റത് രണ്ടും ഇങ്ങനത്തെ ഒരു ഇതിലാണ്. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ എന്നെ നോക്കണേ, മനസ്സിലായില്ലേ ആ ചേച്ചിക്ക് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ഞാൻ പറയണ്ട. എന്താ ആലീസ് എന്നോട് മിണ്ടാണ്ട് പോണേന്ന് ആലീസിനോട് ഞാൻ അതെന്നോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചിട്ട് ആ ചോദ്യം എവിടെയാണാവോ, ഉള്ളിൽ കിടന്ന് കഴിയണതാ എന്താന്നറിയില്ല, അതിനെ കൂടെ കാണിച്ചിട്ടുണ്ടാവും മാതാവ്. അങ്ങനെ ചോദിച്ചാലല്ലേ എന്നെയും മാതാവ് ഇത് മാറ്റിമറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിപ്പോ മനസ്സിലാക്കി തരണം. അതായത് ഈശോയുടെ തിരുമുഖത്തിന്റെ കച്ചിരിക്കുന്ന സ്ഥലത്തെ എണ്ണയാണ്. അതിനൊരു ഭയങ്കര പ്രത്യേകതയുണ്ട്. അത് പവിഴം പോലെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനാണ് മാതാവ്. പവിഴം നമ്മുടെ പവിഴമുത്ത് പോലെ. നമ്മുടെ പണ്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള ഈ കുട്ടികൾ ഇരിക്കുന്ന ഗോലിക്കായ അത് ശരിക്കും ഗോൾഡ് കൊണ്ടുള്ള ഒരു സാധനം. അതിന്റെ പോയിന്റ് വെച്ചാൽ ഈശോയുടെ തിരുമുഖത്തിന്റെ കച്ച കിടക്കുന്ന സ്ഥലത്തെ ആ സാധനം അത്രയ്ക്കും പവർഫുള്ളാണ്, അത്ര അത്ഭുതകരമായ ശക്തി ഉണ്ടെന്ന് മാനേജിക്ക് കാണിക്കണേ. എങ്ങൾക്ക് അത് അറിയുന്നില്ല. അത് ആലീസ് പോണത് കാണുമ്പോ ഒരു ഗൗരവത്തിലെ പോണ എന്തോ ആലീസ് നേടിയെടുത്തു. ആ ഒരു ഇതിലാണ് ആലീസ് പോണ. പക്ഷെ മാതാവാണ് പോണ നീയാണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയ സമയത്ത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ആലീസിന് സ്വർണത്തിന്റെ ഒരു ഇങ്ങനെയാണ് മറിക്കുക. അപ്പൊ മറിക്കുമ്പോ എന്റെ മുടി ഇങ്ങനെ പ്രായമായിട്ടുള്ള തിരിച്ച മുടികൾ പോലെയുള്ളത് എന്റെ കൂടെ എന്റെ അനിയത്തി ഇങ്ങനെ ഉണ്ട്. കുറെ ചിലവർ തിരിച്ചു വെച്ച സാധനങ്ങൾ അതേപോലെ ആൾക്കാർ നടക്കുന്നത് കണ്ടു. ആൾക്കാര് ഞാൻ മോളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ മോളിൽ നിൽക്കണം. അത് ഈ കാണുന്ന സാധനത്തിന്റെ ഉള്ളിലാണ് എന്നെ ഇങ്ങനെ തട്ടി കൊണ്ടുവരണം. അപ്പാണ് ഇവരെന്ന് പറയുമ്പോഴാണ് എനിക്ക് തലവേദന എടുക്കുന്നു. നിങ്ങൾ എന്നെ തല തല്ലി പൊളിക്കില്ലേ എന്ന് പറയുമ്പോഴാണ് പറയണം. ആരെ പറയണ തല തല്ലി പൊളിക്കുക എന്തൊക്കെ ഒന്ന് നോക്കി കിടന്ന് ഇറക്കണം. എന്തുട്ടാന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് ചെറുതാണ്. രണ്ട് കൈ ഇങ്ങനെ ചെറുത്. ഇത് ഈ ഇടന്ന് ഇളകണ സാധനം തൈ പോലും തൊടില്ല എന്ന് എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തൊടത്തില്ല, വേദന ഇരിക്കുന്നു. ഞാനിങ്ങനെ പറഞ്ഞു. അത്രയും പിന്നെ അപ്പനമ്മേനെയാ എന്റെ അപ്പനമ്മേനെയും കണ്ടു. എന്റെ അപ്പനും അമ്മയും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണം, ഒളിഞ്ഞ് നിൽക്കണം. എന്നെ കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. അതല്ലേ അപ്പനമ്മ
ഇതിങ്ങനെ അവർക്ക് എന്നെ കണ്ടപ്പോൾ എന്തോ രോഗം പിടിച്ചിട്ട് ആശുപത്രിയിൽ വന്നിട്ട് കാണണ ആ ഒരു ഇതാണ് എന്നെ കാണിച്ചു തന്നെ. അവർ രണ്ടാളും എന്നെ നോക്കി. എനിക്ക് ഈ ഓപ്പറേഷൻ വരക്ക് മുമ്പ് എൻ്റെ അപ്പനമ്മ വന്നിട്ടുണ്ടായിരുന്നു, വിഷമിച്ച് ഇങ്ങനെ നോക്കി എന്നെ ഇങ്ങനെ അതിങ്ങനെ എന്നെ അപ്പനും അമ്മ ഇങ്ങനെ അപ്പൻ വെള്ളം മുണ്ട് ഷർട്ട് എടുക്കാം, അമ്മ മുണ്ടും കുപ്പായ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ എടുത്തിട്ടുണ്ട്. മുഖത്തോട് മുഖം നോക്കി രണ്ടാളും എന്നെ ഇങ്ങനെ വിഷമത്തിൽ നോക്കി നിൽക്കണം എന്നെ ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. ഒരു ഡെലിവറി നാൾ നിൽക്കണത് ഞാൻ കണ്ടു എൻ്റെ അപ്പനെ. അവർ ഇങ്ങനെ എന്നെ വിഷമിച്ചിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വന്നില്ലേ എന്നുള്ള ആ ഒരു രോഗം കൊണ്ട് കിടക്കണ പോലെയാണ് അവർ എന്നെ കണ്ടു കാണും. പക്ഷെ എനിക്ക് രോഗത്തിൻ്റെതായ ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാനവിടെ നടക്കണം. പക്ഷെ ഞാനിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആലിസിനോട് പറഞ്ഞു, ഞാൻ കണ്ട തല്ലാട്ട മുകളിലേക്ക് പോകുമ്പോൾ കാണണം. നമ്മൾ വിശ്വനാട് എല്ലായിടത്തും പോയി 10 ദിവസം നിന്ന് കണ്ടുപിടിച്ചു വന്നപ്പോൾ അതിന് വലിയൊരു രോഗം ഇല്ല എന്നാണ് ഞാനുള്ള എൻ്റെ കണക്കുള്ളത്. ഇത് കണ്ട് ഞങ്ങൾക്ക് എത്ര കൊല്ലം മുമ്പ് പോയി വന്നിട്ടുണ്ട്. വിശ്വനാട് പോയിട്ട് ഒന്നല്ല കണ്ടത്. ഈ വിശ്വനാട് പോയതൊക്കെ വെറുതെ ഒന്നും കണ്ടിട്ടില്ല. വെറുതെ കുറെ സ്ഥലങ്ങൾ കണ്ടു, ഈശോയുടെ ഭക്ഷണ സ്ഥലം അതൊക്കെ കണ്ടത് എനിക്ക് ഓർക്കുന്നു. പക്ഷെ അത് അവിടെ കാണുമ്പോൾ അങ്ങനെയല്ല കാണും. സ്വർണ്ണമുള്ള ഒരു സ്ഥലത്ത് മണ്ണില്ല. പിന്നെ നമ്മൾ നടക്കണവരൊക്കെ നടക്കണത് അവിടെ ഇവിടെയും തൊടാത്തോന്നാണ് അത് നടക്കണം. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടില് ഞാൻ മുകളിൽ നടക്കണ, പക്ഷെ ഈ പോണവരൊക്കെ എവിടെ നടക്കണെന്ന് കാണില്ല. അടി കാല് താഴ്ത്തു വെക്കണില്ല, മുകളിൽ വെക്കാൻ അങ്ങനത്തെ ഒരു സ്ഥലം. അത് ഫുള്ളും ഈ ഗോൾഡുകൊണ്ട് തുണിഞ്ഞേക്കണ പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ നിൽക്കും. വഴിയൊന്നും നമുക്ക് റോഡായിട്ട് കാണാനില്ല. സ്വർണ്ണം പൊതിഞ്ഞിട്ട് അതുപോലെയുള്ള ഇതുപോലത്തെ ഉള്ള കുറെ സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം തന്നു. ഇതൊക്കെയാണ് സ്വർഗത്തിൽ നടക്കണേന്നുള്ളത്. നമ്മൾ നല്ല വിശ്വസിക്കാൻ പറ്റാത്ത ഇപ്പൊ ഇഷ്ടാട് കണ്ടപ്പോ തന്നെയല്ലേ ഇനി നമ്മൾ പോണോടത്തുനിന്നാണ്. പക്ഷെ അവിടത്തെ സ്ഥലമല്ല അങ്ങനെ വേറെ ഞാനൊന്നും സ്വർഗം നരകം അങ്ങനത്തെ ഒന്നും ഇല്ല. ഞാനെല്ലാം നല്ല സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞൊരു സ്ഥലങ്ങള് ഇപ്പോഴൊന്നല്ല അങ്ങനെ സ്ഥലങ്ങള്. അത് നമ്മൾ നിലത്തൊക്കെ നോക്കുമ്പോ ആരും നിലത്ത് നടക്കുന്നില്ല. ഒക്കെ മുകളിലുള്ള താഴ്ത്തല്ലാത്തോടെ നടക്കാം. ഒക്കെ നല്ല കുട്ടപ്പന്മാരും കുട്ടപ്പഞ്ചുകളായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിട്ട് നടക്കണം. അതിന് മാത്രം ഞാൻ നടക്കണം. അപ്പം ചില കുട്ടികൾ ഇങ്ങനെ നല്ല ഉണ്ട പോലത്തെ കുട്ടികൾ ഡ്രസ്സൊന്നും ഇങ്ങനെ ഇട്ടാണ്ട് മാലാക കുട്ടികളുടെ പോലെ ഇവിടെയൊക്കെ ഇങ്ങനെ പിരിച്ച് മുടിയൊക്കെ ആയിട്ടേ അങ്ങനെ ഒരു 5-6 ഗ്രാങ്ങള് പോണത് എനിക്ക് കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മോനെ ഇവിടുന്ന് 1 വയസ്സാകുമ്പോഴേക്ക് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ 2 പിള്ളേർ പോയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ഓടിയാൻ കാണാൻ വന്നേന്ന് ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കാൻ എനിക്ക്. നമ്മൾ ഇവിടെ കാണുന്ന കുട്ടികളുടെ പോലെ അല്ല ഇവിടെ കാണുമ്പോൾ. അപ്പം മോൻ വെച്ചത് 1 വയസ്സിലുണ്ട്. ഒരാളല്ലേ പോയിട്ടുള്ളൂ. ഇവിടെ മോളൊരു മോൻ പോയിട്ടുണ്ട്. വേറെ 2 ചുമലിപ്പൻ്റെ ഒരു മോൻ പാമ്പ് പിടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ 2-3 കുട്ടികളാവുമെന്ന് വെറുതെ ഞാൻ വിചാരിക്കുന്നു ആ പ്രായത്തിൻ്റെ പോലെ കണ്ടപ്പോൾ. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ കാണുന്ന പോലെ അല്ല ആ കുട്ടികളെ കണ്ടത്. അത് ഇപ്പോൾ മാലാകയുടെ ഒരു പടം എനിക്ക് കാണാം. അതുപോലെ മാലാക കുട്ടികളാണ് അവിടെ ഉള്ളത് കാണുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒറ്റ ആളുകൾ നമ്മളൊരു 20 രൂപയായിട്ടോ മനുഷ്യനായിട്ടോ കാണാനായിട്ട് എനിക്ക് പറ്റത്തില്ല. ഞാൻ മനുഷ്യനായിട്ട് നടക്കണതോ ഡ്രസ്സ് ചെയ്ത് നടക്കണതോ ഒന്നും ഞങ്ങളില്ല. എല്ലാവരും എന്തൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവർ നടക്കല്ല, ഒന്നും കയറി നിൽക്കല്ല, നിലം തൊടാണ്ടെന്ന് പറഞ്ഞോണം ഇങ്ങനെ നടക്കണവര്. ഞാൻ പോണതൊക്കെ ഇവരൊക്കെ എന്നെ നല്ലോണം നോക്കണ്ട്. എന്നെ ഇങ്ങനെ ഇവർ തട്ടി കൊണ്ടുപോയി ഞാൻ ചിരിച്ച് ഇങ്ങനെ പോവാം. അത്രയ്ക്കൊരു വലിയൊരു അനുഗ്രഹം. അല്ലെങ്കിൽ അല്ല, ഈ അപ്പനെ അമ്മേനെയും കണ്ടു എന്ന് പറഞ്ഞില്ലേ, അവര് എങ്ങനത്തെ സ്ഥലത്താണ് നിൽക്കണേന്ന് കണ്ടു അനീസി? കുറേ തോട്ടങ്ങളാണ്. തോട്ടങ്ങള് മരങ്ങൾ മാത്രം. ആ ഒരു ഭാഗം ഞാൻ ഈ മരമായിട്ടും അവരിങ്ങനെ ഒരു ഓടി അല്ല എന്താ പറയാ മറയല്ല ഒരു വെയിലൊക്കെ ഇല്ലാത്തൊരു സ്ഥലമായിട്ട് നോക്കി നിൽക്കൂലേ. ഒരു അല്ല ഒരു മഞ്ഞ് മൂടിയ ഒരു സ്ഥലം പോലെ അവര് നിൽക്കണം. അവിടെയാണ് അപ്പനമ്മ നിൽക്കണം. അവര് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിട്ട് എന്നെ നോക്കി നിൽക്കണം. അപ്പൊ അവരുടെ ഡ്രസ്സ് കണ്ടാ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ മുണ്ടുമുപ്പായാണ്.
മുണ്ടും കുപ്പായും. അമ്മ മുണ്ടും കുപ്പായും എടുത്തിട്ട് പൊതുമുണ്ട് പൊതിച്ചിടണം. അപ്പം വെള്ള ഷർട്ട് മുണ്ടിട്ട്. അപ്പൊ ഇവിടെ ഇടുന്ന ഡ്രസ്സ് തന്നെയാണ് അവിടെ കാണിച്ചു തന്നേക്കണത്. വെള്ള മുണ്ട് ഷർട്ട് വേണം അപ്പന ഇടുക പള്ളിയിലെ പരിപാടികൾക്കൊക്കെ. അതേപോലെ വെള്ള മുണ്ട് ഷർട്ട് ഇട്ട് തന്നെ കാണാൻ അവർ വന്ന് നിൽക്കണത് പോലെ എനിക്ക് തോന്നുന്നു. അതായത് എന്നെ ഇങ്ങനെ ഇവര് നല്ലൊരു വിഷാദമായിട്ട് എന്നെ ഇങ്ങനെ നോക്കണം. ഒന്നും പറയണില്ല, ഞാനൊന്നും മിണ്ടണില്ല, എനിക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ സ്വർണത്തിന്റെ ഇതിൽ കളിച്ച് നടക്കണല്ലോ, ചിരിച്ച് നടക്കുന്നു. പക്ഷെ ഞാൻ ഇവരെ ഇങ്ങനെ ഒരു സൈഡിൽ നോക്കിയപ്പോൾ എൻ്റെ അപ്പനും അമ്മ ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ അവരിങ്ങനെ നോക്കി. അപ്പോൾ അവർ എന്നെ ഭയങ്കര ഒരു ശോചനീയമായിട്ട് എന്നെ തോന്നിച്ചിട്ട് നോക്കണ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനങ്ങനെ പിന്നെ ഈ പിള്ളേരും ഈ മാലാക കുട്ടികള് ഈ കുട്ടികളെ കണ്ടത് നല്ലൊരു കാഴ്ചയാണ്. അതേപോലെ ഒരാളും എൻ്റെ അമ്മ മുണ്ടും കുപ്പായം ഇട്ടത് കണ്ടതല്ലാണ്ട് ഒരാളും ശരിക്കും ഫുള്ള് ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടില്ല. എന്തൊക്കെ ഇട്ടിട്ടൊക്കെ ഇവര് നടക്കണം. അതെന്താ നമുക്ക് മനസ്സിലാവണില്ല. പക്ഷെ നഗ്നരല്ല, അല്ല. പക്ഷെ ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു ഇതില്ലാത്ത നമ്മളൊക്കെ ഇപ്പൊ ഡ്രസ്സ് ഇട്ടിട്ട് അതിട്ട് ഇവരൊക്കെ നടക്കണ കാണുമ്പോഴേ ഭയങ്കര സന്തോഷത്തിലാണ് നടക്കണം. അവര് മുകളിലല്ല താഴ്ത്തല്ല ഇടയിലാണ് നടക്കുന്നത്. അവരൊക്കെ നമ്മുടെ കൂടെ വന്ന് നിന്നിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുതിയ തരം ഡ്രസ്സ്. പക്ഷെ ഒരു നമ്മൾ വിചാരിക്കാത്തൊരു സ്ഥലമാണ് കണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും നല്ലൊരു. അതെന്തായാലും ഇങ്ങനെ കിടന്ന കാരണം അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഭയങ്കര ഞാൻ ഈ കാലിന്റെ എനിക്ക് ഈ പറഞ്ഞ വേദന വന്ന പോലെ വേദന വന്നെങ്കിൽ ഞാനിതൊന്നും ഓർക്കണില്ല, അറിയണില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ കാണാൻ പറ്റി. വിഷ്ണുനാട് വെറുതെ കാശ് കൊടുത്ത് പോയതാണ്. അതൊന്നും അല്ല ഇപ്പൊ കാണുന്ന സ്ഥലം. ആനേച്ചി ഇപ്പൊ അത് ഓർക്കുമ്പോ ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഈ കണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ എന്തോരം പഴങ്ങളൊക്കെ കിടക്കണം. പഴങ്ങള് ആരും പൊട്ടിക്കുന്നില്ല, തിന്നണമില്ല. വേണ്ടത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ പോകുന്നുണ്ട്, ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ആദ്യം ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കൊല കുത്തിണ്ടായി നിൽക്കണം. അത് ശരി. ഇവിടെയാണ് കാണുക പലതരം പഴങ്ങൾ ഇങ്ങനെ കിടക്കുക. അതിന്റെ ഉള്ളിൽ കൂടെ ആനേച്ചി പോണു. നമ്മള് വാങ്ങിക്കുന്ന മാങ്ങ, ഓറഞ്ച് അങ്ങനത്തെ അതൊന്നല്ല. ഫ്രൂട്ട്സുകളും അതുപോലെ നമ്മളെ അങ്ങനെ ആകർഷിക്കും. അത് രണ്ടാം വരവ് കഴിഞ്ഞിട്ട് സ്വർഗീയ ജെറുസലേം അണിഞ്ഞൊരുങ്ങിയ വധുവിനെ പോലെ കാണുന്നു പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതേപോലെ രണ്ടാമത്തെ ഇതില് ഇത്രയും നല്ല ഭൂമിയായിരിക്കും. അത് അനേച്ചിക്ക് കാണിച്ചു തന്നായിരിക്കാം വേണമെങ്കിൽ. സ്വർണത്തില് പൊതിഞ്ഞ ഭൂമി സാധനത്തിൽ എന്നെ ഇങ്ങനെ ഇട്ട് തട്ടിമറിക്കാന്ന് പറഞ്ഞാൽ ആരാ ചെയ്യാൻ പോണ, ആരാ ഭയങ്കര ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. കൃഷ്ണാടൊന്നും അല്ലാന്ന് ഞാൻ എല്ലാവരോടും പറയും. കൃഷ്ണാട് പോയി കാണുന്നത് ഒന്നുമല്ല നമ്മളെ കൃഷ്ണാട് പറയണത്. അതേപോലെ അനുഗ്രഹവും പള്ളികൾ കാണാം. കുറെ പള്ളികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലെ ഒന്നുമല്ല. ഒക്കെ ഒരു മൂടത ഇങ്ങനെ ഒന്നും ഒരു ഭംഗിയൊക്കെ ഒന്നുമല്ല. കുറേ സ്ഥലത്ത് കുറേ ഇങ്ങനെ മുഖ പോലെയും ഇങ്ങനെ പള്ളിയും ഇങ്ങനെ പള്ളിയെന്ന് നമുക്ക് മനസ്സിലാവും. ആ മോളിലുള്ള ഒരു ഇതൊക്കെ കാണുമ്പോൾ. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ പള്ളി കാണുമ്പോൾ നല്ലൊരു എന്തോ ശാപത്തെ പോലെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് കിടക്കണം പള്ളികള്. അത് അങ്ങനത്തെ അത്ര ഭംഗിയില്ല കാണാനൊന്നും. അവിടെ ആരും അധികം നേരം അവിടെ നിൽക്കണില്ല, കാണണില്ല. അവരൊക്കെ അങ്ങനെ അവിടെ നിന്നൊക്കെ പറഞ്ഞു പോവാ. പള്ളികളിലേക്ക് ആളുകളില്ല, പള്ളി തകർന്ന് കിടക്കണ പള്ളികളാവും. പക്ഷെ ഈ പഴങ്ങൾ നിറഞ്ഞ സ്ഥലം കണ്ടത് ഭയങ്കര അതിശയായി. ഭയങ്കര പഴം പർദീസ അല്ലേ? ഒരു കായ പോലും കളറില്ലാത്തതുമില്ല, ഒരേപോലത്തെ കായകളും അല്ല പലതരത്തിലുള്ള കായകൾ. പല കുത്തിയത് ഇങ്ങനെ ഉണ്ടാക്കണം. ഒരാളും പൊട്ടിക്കാൻ പോണില്ല. ഇങ്ങനെ വഴിയോരം നിറച്ച് പഴങ്ങള് ആള് നോക്കണം കൂടിയിലുണ്ട്. ആർക്കും ആർത്തിയൂല, വേണ്ടതാണ്. അതിനാരും ഈ പഴത്തിന്റെ പള്ളി പൊടിക്കാൻ പോണില്ല. അവര് കണ്ട് മുകളിലും താഴ്ത്തുമല്ലോ. അപ്പൊ ഇത് കാണുന്നുണ്ടെന്ന് മാത്രം. എവിടെ ഇരുന്നിട്ട് ഇത് കാണണേന്ന് തന്നെ അന്വേഷിക്കാൻ അറിഞ്ഞൂടാ. മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ മുകളിൽ കിടക്കുമ്പോ ഇങ്ങനെ എന്നെ പഴങ്ങളൊക്കെ കാണിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവര് കൊണ്ടുപോകണാണ്, ഞാൻ പോണതല്ല. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർത്തെടുത്തോളൂ. ഈ സ്ഥലങ്ങളുണ്ടല്ലോ, അവർക്ക് നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാം. അത് ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഉണ്ടാവുന്നല്ലേ പറയണേ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ സ്ഥലമല്ല, ഓരോ ഭാഗം പോലെ കാണിക്കണേ. ഭാഗം അതായത് ഇപ്പൊ ഇത്ര സ്ഥലത്ത് ഒരു വീട് അങ്ങനെയല്ല, ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തേ. കുറെ ആളുകൾ പഴങ്ങളും സ്വർണ്ണ കട്ടി അത് നിലത്തൊന്നും നിൽക്കുന്നില്ല. ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു.
ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. സ്വർഗീയ അനുഭവം കൊടുത്തു എന്നുള്ളതാണ്. ഇതിങ്ങനെ പറന്ന് പറന്ന് നടന്നോട്ടെ, ഇനി അങ്ങനെ ഒന്നും. അപ്പൊ എൻ്റെ വിചാരത്തില് എനിക്ക് ഇനി ഒന്നും ലോകത്തിന്റെ ഒന്നും ഇനി വേണ്ട, ഇനി വേണ്ട, ഇങ്ങനെ നടന്നാ മതി കൊണ്ടുപോകുന്നുള്ള ആ ഒരു ഇതാണ് എനിക്ക് ഇപ്പോഴും എപ്പോഴും തോന്നുന്നത്. ഞാൻ അവിടെ നിന്ന് പോകുന്നതായിട്ടല്ല എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അതൊന്നും ഒന്നല്ല, ഉപ്പും മുളകും ഒന്നും അവിടെ കാണുന്നില്ല. നമ്മൾ കാണുന്നത് മുഴുവൻ പർദീസ, അല്ലാണ്ട് എല്ലാ ഭാഗവും അങ്ങനെ വരട്ടെ, ആ വേട് വരട്ടെ. അവിടെ ഉള്ളത്. അതായത് യാതൊന്നിനും വിഷമമില്ല, ആർക്കും ഒന്നും വേണ്ട. ഈ കാണുന്ന പഴങ്ങൾ കണ്ട ഏത് കൊച്ചിടാങ്ങളായാലും പറഞ്ഞ് നമ്മൾ പൊട്ടിക്കാണ്ടോ തിന്നാണ്ടോ വഴി പോയില്ല. ആർക്കും ഇതൊന്നും വേണ്ട. അവരവിടെ അത് പൊട്ടിക്കാവുന്ന അതിലല്ല നടക്കണത്. അവരുടെ എല്ലാ ചുറ്റുവട്ടങ്ങളും കാണുമ്പോൾ നമ്മൾ കാണുന്ന അവരങ്ങേറ്റം സന്തോഷിച്ചിട്ട് പാറി പറന്ന് നടക്കണ പോലെയുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തേക്കാണ് എന്നെ കൊണ്ടുപോയേക്കണേ എന്തായാലും. എന്നിട്ട് അവിടെ കാണിച്ചൊക്കെ തന്ന് ഇങ്ങോട്ട് വിട്ടു. ഇപ്പൊ വിട്ടു. ഇനി ജീവിക്ക് കുറച്ച് നാളും കൂടി ഇതൊക്കെ പറയാനായിരിക്കും. ഞാൻ കൃഷ്ണത്തിനോട് പറഞ്ഞു, ഞാൻ ഇതൊക്കെ പറയും. എന്താന്ന് അത്ര മരിച്ചിട്ട് എന്നെ കൊണ്ടുപോയ സ്ഥലത്ത് ഞാൻ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. പക്ഷെ അവിടെ മരണം ഉണ്ടായിട്ടില്ല. ആളുകൾ പിന്നെ വലിയ വിശുദ്ധനാട് കാണാൻ പോയി. ആ വിശുദ്ധനാടൊന്നും അല്ല ഈ വിശുദ്ധനാട് എന്ന് പറയുന്നത്. ഒന്നിനും ഒരു ക്ഷാമവും ഇല്ല, ഒരാളുകൾക്കൊന്നും വേണ്ട താനും. അത്രമാത്രം എല്ലാം കൊണ്ടും തികഞ്ഞു. അവർക്ക് വേണ്ട പഴവും വേണ്ട ഭക്ഷണവും വേണ്ട, ഈശോനെ കണ്ടിരിക്കുന്ന മാത്രം അവിടുത്തെ ഭക്ഷണം. അതാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത. അപ്പൊ പർദീസയാണ്. പഴങ്ങള്, പലതരം പഴങ്ങളും. അതിൽ ഒരു സ്ഥലത്തൊരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിനത്തെ കായ മുഴുവനും ഇങ്ങനെ കുരുടിച്ച പോലെ, ഒന്നും പഴുത്ത് കിട്ടില്ല. അതൊക്കെ ഇങ്ങനെ അതെന്താന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് മറുപടി അത് കിട്ടിയില്ല. അത് ഇങ്ങനെ എന്താ പറയാ, ശവിക്കപ്പെട്ട പഴാണെന്ന് പോലെ അതിന്റെ അടുത്ത് ആരും ചെല്ലണില്ല. അത്തിമരത്തിന് ശപിച്ചില്ലേ? അത്തിമരം അല്ലെ. അപ്പൊ ആ പഴത്തിന്റെ അടുത്തേക്ക് ആരും ചെല്ലണമില്ല, അതിനാരും നോക്കണമില്ല. പഴം ഉണ്ടായി കിടക്കുന്നുണ്ട്, പക്ഷെ പഴമെന്ന് തോന്നൂല. ഉണങ്ങിയ നമ്മള് എന്താ പറയാ, അടക്കൊക്കെ ഉണങ്ങുമ്പോ ചുരുണ്ടുകൂടി ഇങ്ങനെ അങ്ങനത്തെ ഒരു സാധനമാണ് അത്. ഒരു ഭാഗം മുഴുവൻ ഈ മരമായിട്ട് നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഉണങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതും ആരും നോക്കണില്ല, ഇതും ആരും നോക്കണില്ല. ഒരാൾക്കും ഒന്നും വേണ്ട. ഇതൊക്കെ ഇങ്ങനെ ആർക്കും വേണമെങ്കിൽ. അതാണ് പർദീസയിലത്തെ കാര്യം, ആർക്കും ഒന്നും വേണ്ട. ഒരു സാധനം ഒരാള് അത് കിള്ളിയെടുക്കണില്ല അവിടെ നിന്ന്. നമ്മളൊക്കെ ഞാനൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ആകെ ആക്രാന്തം പിടിച്ചോണാണ് എനിക്ക് തോന്നിയത്. ഈ പഴങ്ങളൊക്കെ കുറച്ച് മേടിച്ചിട്ട് വേണം അങ്ങനെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാം. ഇങ്ങനെ മേടിച്ച് അന്ന് കണ്ടപ്പോൾ എനിക്കിതൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ മിഠായി മാത്രം അങ്ങനത്തെ ആ ഒരു ഇതുകൾ തോന്നി. ചിന്തയൊന്നും ഇങ്ങനെ വാങ്ങിക്കണം അല്ല കാണിക്കണം. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് പർദീസയിലെ പോലെ പർദീസയിലെ പോലെയുള്ള പഴങ്ങളും ഒന്നാമത് തന്നെ ആ സ്ഥലം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു നമ്മള് ലോകത്തിൽ കാണാത്തൊരു വസ്തുവാണ്, സ്ഥലമാണ്. അത്ര മോളും വണ്ടിയൊക്കെ ഇങ്ങനെ ഒരു സ്വർണ്ണം പൊതിഞ്ഞേക്കണ പോലെയുള്ള ഒരു സ്വർണത്തിന്റെ പൊതിയണ എന്താന്ന് എനിക്ക് അറിയില്ല. എല്ലായിടത്തും ഇങ്ങനെ അതിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് സമയം എന്നെ ഇങ്ങനെ ഇട്ട് അവരാട്ടി കൊണ്ടു നടന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഉള്ളവനൊക്കെ ആണ് ഈ കാണുന്ന മക്കളൊക്കെ. അവരൊക്കെ ഇങ്ങനെ നടക്കണം, ഒന്നും അവർക്ക് ഒരു പണിയും ചെയ്യണ്ട. ഇപ്പൊ എത്ര വയസ്സായി കാണണം മോന്. പക്ഷെ ഒന്നുമല്ല, അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ കളിച്ച് ചിരിച്ച് അവര് നടക്കണ്ട്. ഒരു ജോലിയില്ല, ആർക്കും ജോലിയില്ല, പണിയില്ല, ഒന്നുമില്ല. ഇഷ്ടം പോലെ സ്ഥലവും ഇഷ്ടം പോലെ പഴങ്ങളും ഇതുപോലെയുള്ള സാധനങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഓർക്കുന്നു, ഇത്ര നല്ല സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കണില്ലേ എന്ന് നമ്മൾ വിചാരിച്ചു പോയി ആ സമയത്ത്. പിന്നെ ഞാൻ വന്നപ്പോഴാണ് ഇത് കാണിച്ചത്. പ്രിയ കൂട്ടുകാരെ, ഞാനിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഈ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ചിന്തയ്ക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ അമ്മച്ചി കണ്ടത് പർദീസയായിരിക്കുമോ അറിയില്ല സഹോദരങ്ങളെ. എന്തായാലും ഈ അമ്മ വളരെയധികം സന്തോഷവതിയാണ്. നിങ്ങൾ കേട്ടല്ലോ, എവിടെയൊക്കെയോ സ്വർണം പതിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുറേ പഴങ്ങൾ, കുറേ ആളുകൾ, മരിച്ചുപോയ അപ്പനെ അമ്മ
അബോർഷനായി പോയതും മരിച്ചു പോയതായ കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ ഈ അമ്മച്ചി കണ്ടിട്ടുണ്ട്. ഇത് ലോകത്തോട് പറയണമെന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ അനുഭവങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ചിന്തിക്കാം. എന്തായിരിക്കും ഇവർ കണ്ടത്? ഞാൻ വിചാരിക്കും ഇത് പറുദീസയുടെ ഒരു മുന്നാസ്വാദനമായിരിക്കുമോ, അതോ മരിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരെയും ദൈവം കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാകുമോ ഈ ഉണങ്ങി വരേണ്ട അത്തിവൃക്ഷവും അതുപോലെയുള്ള പഴമെന്നും, എന്നാൽ സമൃദ്ധിയുടെ എന്തായാലും ഇത് ഞാൻ കേട്ട ഒരു അനുഭവങ്ങളിൽ നിന്ന് വേറിട്ട ഒരു അനുഭവമാണിത്. അതുകൊണ്ട് ഞാനിവിടെ അത് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലാം. കാരണം ആ തിരുമുഖത്തിൽ നിറയെ രക്തമാണ്, മുൾമുടിയിൽ നിന്ന് ഒഴുകിയ തിരുരക്തം. ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാലയുമൊക്കെ നമുക്ക് അടുത്തു വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് ചൊല്ലാം. ഈശോയുടെ വലിയ കൃപയാണ് കിട്ടിയിരിക്കുന്നത് ഈ അമ്മച്ചിക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ഇവർ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആകാവുന്നിടത്തോളം കാലം ഒറ്റയ്ക്ക് താമസിക്കുക, അവിടെ തറവാട്ടിൽ താമസിക്കും എന്ന് പറഞ്ഞ് താമസിക്കുന്നവരാണ്. മക്കളും മരുമക്കളും എല്ലാം ചുറ്റും മാലാഖമാരെ പോലെ ഇവർക്കുണ്ട്. ദൈവം നമ്മെയും അവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.